Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കുണ്ടയംകോവിലിലെ ജമീൽ, യഹിയ എന്നിവരെ. CPM കണ്ണൂർ ജില്ലാ സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാകയുമായുള്ള ജാഥ കരിവള്ളൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. രക്തസാക്ഷി നഗറിൽ നിന്ന് ജാഥ ലീഡർക്ക് പതാക കൈമാറി. മുതിർന്ന നേതാവ് പി കരുണാകരനിൽ നിന്നും ജാഥ ലീഡർ പി ജയരാജൻ പതാക ഏറ്റുവാങ്ങി. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പയ്യന്നൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറും കോൺഗ്രസ് നേതാവുമായ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സമാന ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയിൽ പയ്യന്നൂർ നഗരത്തിൽ ഒരു മാതൃകാ ജൈവ പച്ചക്കറിത്തോട്ടം. കഴിക്കാൻ വിഷമില്ലാത്ത പച്ചക്കറി എന്നതിനുമപ്പുറം കൃഷിപ്പണിയിലൂടെ വ്യായാമം, മാനസികോല്ലാസം, ആനന്ദം എന്നിങ്ങനെ കൃഷി ആഘോഷമാക്കുകയാണിവിടെ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ ബൂട്ടുകൾ പൊളിച്ചും അലമാരകൾ കുത്തിത്തുറന്നും ലാപ്ടോപ്പും മറ്റും മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കുണ്ടയംകോവിലിലെ ജമീൽ, യാഹിയ എന്നിവരെയാണ് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജനുവരി 13 പുലർച്ചെ 5 മണിയോടെയാണ് മോഷണം നടന്നത്. സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓഫീസ് മുറിയുടെയും തൊട്ടടുത്ത ക്ലാസ് മുറിയുടെയും പൂട്ടുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. സ്കൂളിന്റെ പരിസരങ്ങളിലെ 30ഓളം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച ശേഷമാണ് പ്രതികളിലേക്ക് എത്തിയത്. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം SI ശ്രീധരൻ, അബ്ദുൽ ജബ്ബാർ, നൌഫൽ, അഷറഫ്, നിഷാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ ജാഥ ലീഡർക്ക് കൈമാറി. മുതിർന്ന നേതാവ് പി കരുണാകരനിൽ നിന്നും ജാഥ ലീഡർ പി ജയരാജൻ പതാക ഏറ്റുവാങ്ങി. ഫെബ്രുവരി 1 മുതൽ 3 വരെ തളിപ്പറമ്പിൽ നടക്കുന്ന CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ ജാഥ ലീഡർക്ക് കൈമാറി. മുതിർന്ന നേതാവ് പി കരുണാകരനിൽ നിന്നും ജാഥ ലീഡർ പി ജയരാജൻ പതാക ഏറ്റുവാങ്ങി. മുന്നോടിയായി നടന്ന സമ്മേളന പരിപാടി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. അമ്പത്തേഴിലെ ഗവൺമെന്റ് മാത്രമല്ല, 57-ലും 67-ലും 80-ലും 82-ലും പിന്നീട് തുടർച്ചയായിട്ട് സഹോ നായനാരും VS-ഉം ഇപ്പോൾ 2 പ്രാവശ്യം സഹോ പിണറായിയും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകൾ ഇന്ത്യക്ക് മാതൃകയാകുന്ന നിലയിൽ വളർന്നു വന്നത് ഈ പോരാട്ടങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ്. മറ്റു വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല, കാരണം ജാഥ തളിപ്പറമ്പ് വരെ എത്തേണ്ടതുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് എല്ലാ ആൾക്കാരും നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം. ഈ ഭരണഘടന തന്നെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവർ ഇന്ന് മാത്രമല്ല
ഭരണഘടന ചർച്ച ചെയ്ത് 1949 യോഗത്തിലും ഇതേ ആവശ്യം ഉന്നയിച്ചവരായിരുന്നു. ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. എം. വി. ജയരാജൻ, പി. ജയരാജൻ, ടി. കെ. ഗോവിന്ദൻ, ശ്യാമള ടീച്ചർ, എം. വിജിൻ, പി. സന്തോഷ്, കെ. നാരായണൻ, വി. കുഞ്ഞികൃഷ്ണൻ, വി. നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പയ്യന്നൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറും കോൺഗ്രസ് നേതാവുമായ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതി കൊടികുത്തി വാഴുന്ന പയ്യന്നൂർ നഗരസഭയിലെ LDF ദുർഭരണം അവസാനിപ്പിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറും കോൺഗ്രസ് നേതാവുമായ ടി.ഒ. മോഹനൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പയ്യന്നൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നടക്കുന്നത് കൊള്ളക്കാരുടെ ഭരണമാണെന്നും അതിനെ ചൂട്ടുപിടിക്കുന്നവരാണ് പയ്യന്നൂർ നഗരസഭയും ഭരിക്കുന്നതെന്നും ടി.ഒ. മോഹനൻ പറഞ്ഞു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം നഗരസഭയിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡിവിഷൻ പ്രസിഡന്റ് പി. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി A. P. നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് K. വി. മോഹനൻ, ഡിവിഷൻ സെക്രട്ടറി K. വി. പ്രമോദ്, M. നാരായണൻ, N. വി. വിജയൻ, C. K. വിനോദ്കുമാർ, M. ശശിധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരത്തിലെ മാതൃകാ ജൈവ പച്ചക്കറിത്തോട്ടം സമാന ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ്. കഴിക്കാൻ വിഷമില്ലാത്ത പച്ചക്കറി പോരാതെ കൃഷിപ്പണിയിലൂടെ വ്യായാമം, മാനസികോല്ലാസം, ആനന്ദം, അങ്ങനെ കൃഷി ആഘോഷമാണിവിടെ. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ഒരു മാതൃകാ കൃഷിത്തോട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവരൊക്കെയാണ് ഇതിന്റെ ആളുകളല്ലേ? എത്ര വർഷം? 2018 മുതലാണ് നിങ്ങൾ ഇവിടെ കൃഷി ആരംഭിച്ചത്? 2018 വളരെ ചെറിയ ആൾക്കാരോടൊപ്പം, അതായത് 4-5 പേരോടൊപ്പം തുടങ്ങിയൊരു ഓർഗാനിക് ഫാമിംഗ് ആണ്. ഒരു രാസവളം തീരെ ഉപയോഗിക്കാത്ത ഒരു ഓർഗാനിക് ഫാമിംഗ് ആണ്. അപ്പോൾ അത് 2000 കൊറോണേൻ്റെ സമയത്ത് ചെറിയൊരു തടസ്സങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഇപ്രാവശ്യം 9 ആളാണ് ഇതിലുള്ളത്. ചുറുചുറുക്കുള്ള വയസ്സന്മാർ, ചെറുചുറുക്കുള്ള ചെറുപ്പക്കാർ. അപ്പോൾ എല്ലാവരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. എല്ലാവരും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ബാങ്ക് മാനേജർമാരുണ്ട്, ഇപ്പൊ സർവീസിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ പറയാറുണ്ട് വിഷം കഴിക്കുകയാണ്, പൈസ കൊടുത്ത് വാങ്ങി വിഷം കഴിക്കുകയാണെന്ന്. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം, അതുപോലെ ഈ പറഞ്ഞ കണക്ക് സർവീസിൽ നിന്നൊക്കെ വിരമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ശാരീരികമായിട്ട് ഒരു അധ്വാനം ചെയ്യാം. അതുപോലെ ഇതൊക്കെ വളഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിനും ഭയങ്കര ഒരു സന്തോഷം. അതാണ് ശരിക്കും വേറെ ഒന്നിലും ഇത്രയധികം ഇത് സന്തോഷം കിട്ടില്ല. അതായത് നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും എന്ത് പണം കിട്ടിയാലും നമുക്ക് ഈ ഒരു ആത്മനിർവൃത്തി കിട്ടില്ല. അത് ഇതിൽ കാണുമ്പോൾ ഇതൊരു ചെടി മുളച്ച് വന്ന് അതിനൊരു പൂവെല്ലാം വന്ന് അതിനൊരു കായ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ആത്മനിർവൃത്തി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ശരി. അതെ, ഈ പുതിയ കാലത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വ്യായാമം കുറയുന്നു, അതുപോലെ മാനസികോല്ലാസത്തിനുള്ള അവസരങ്ങൾ കുറയുന്നു, അങ്ങനെ ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ ഒരു പരിഹാരമാണോ ഇത്തരത്തിലുള്ള ഫാമിംഗ് ഒക്കെ? ഞങ്ങളുടെ ലക്ഷ്യം തന്നെ, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഈ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ ഫാം ഉള്ളത്. ഞങ്ങളുടെ ലക്ഷ്യം തന്നെ നമ്മൾക്കൊരു മാതൃക, ഞങ്ങൾ മോഡൽ ഫാമേഴ്സായിട്ട് മാറണം. മറ്റുള്ളവർക്ക് ഇത് കണ്ടിട്ട് അവർക്കൊരു ഉത്തേജനം വന്നിട്ട് അവർക്കും ഈ കൃഷിയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട്. അതുമാത്രം ഞങ്ങളെല്ലാം ചെറുപ്പക്കാരെ 60 വയസ്സിന് ആൾക്കാരും കൂടുതലുള്ളത്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ കിടന്നുറങ്ങേണ്ട സമയമല്ല, അതിനുശേഷം നമ്മുടെ ജീവിതം തുടങ്ങുന്നു എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളൊരു വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യാതൊക്കെ. ഞങ്ങളൊക്കെ രാവിലെ ഒരു 6 മണിക്ക് 6:30 കഴിഞ്ഞാൽ പലർക്കും ഉറങ്ങാൻ കഴിയില്ല, എഴുന്നേറ്റ് ഇവിടെ ഓടി വരാനുള്ളൊരു ആവേശമാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്കിത് തൊഴിലായിട്ട് തോന്നുന്നേയില്ല. ഞങ്ങളുടെ ഒരു വൊക്കേഷനായത്, ഞങ്ങൾക്കൊരു തൊഴിലേ അല്ല, ഞങ്ങൾ എൻജോയ് ചെയ്യാണ് എല്ലാവരും. രാവിലെ 6 മണി
അതായത് 2 ടൈമായിട്ടാണ് ചെയ്യുന്നത്. രാവിലെ 6 മണി മുതൽ മാക്സിമം 8 മണി വരെ, വൈകുന്നേരം ഒരു 4:30 മുതൽ ഒരു 6 മണി വരെ, അങ്ങനെ 2 സമയത്താണ് ചെയ്യുന്നത്. അതായത് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് രാവിലെയും വൈകുന്നേരം വരുന്ന ആൾ, പക്ഷേ 2 നേരവും വരുന്ന ആൾക്കാരുണ്ട്. അത് അതിനോടില്ല ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് 2 നേരവും വരുന്ന ആൾക്കാരും ഉണ്ട്. 2018 മുതലാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൃഷി ആരംഭിച്ചതെന്ന് പറയുന്നു. അന്ന് 4 പേരുമായിട്ടാണ് ആരംഭിച്ചത്. ഇന്നിപ്പോൾ എത്ര ആൾക്കാരുണ്ട്? ഇന്ന് 9 പേരുണ്ട്. നമ്മൾ അതായത് സജീവമായിട്ട് 9 പേരുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അതായത് നമ്മളുടെ സാധനം വാങ്ങാനും, അതായത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് വാങ്ങാനും ഇതിനെല്ലാം താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് സാധാരണ ഇവിടെ പത്തായം എന്ന് പറഞ്ഞിട്ടൊരു ഓർഗാനിക് ഷോപ്പുണ്ട്, അതുപോലെ കർഷകന്റെ കട എന്ന് പറഞ്ഞിട്ട് 2 ഷോപ്പുണ്ട്. അപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് അവരുടെ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ സാധനം. അതിന് പിന്നിൽ ഒരു വലിയൊരു പ്രയത്നം തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതുണ്ട്. അതിന് നമുക്ക് നല്ല സപ്പോർട്ടും ഉണ്ട്. നമ്മൾ അങ്ങനെ ഇന്ന് ചെയ്യുന്നതിന് നമുക്ക് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. കൃഷി എപ്പോഴും ആദായകരമല്ല എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ അധികം കേൾക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ മാനസികോല്ലാസവും ഇതൊക്കെ വരുമ്പോൾ ഇത് ശരിക്കും കിട്ടുന്ന സാമ്പത്തികത്തിനേക്കാളും വലിയ അതാണ് ഏറ്റവും വലിയ ആദായം. അതാണ് ഏറ്റവും വലിയ ആദായം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത്. ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന മാനസിക ഉല്ലാസം, അതിന് വിലമതിക്കാത്ത ഉല്ലാസമാണ്. അത് ഞങ്ങൾ ക്യാഷിൻ്റെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരും കിട്ടുമ്പോൾ നമുക്ക് സുഖം, ആ സുഖമാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും വലിയ റിട്ടേൺ ആയിട്ട് കാണുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ ജൈവ കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളിവിടെ സെമിനാർ നടത്തിയിരുന്നു. ഏത് വർഷത്താണ് സെമിനാർ നടത്തിയത്? 2018. ഇവിടെയൊക്കെ 10-50 ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതിന്റെ ജില്ലാ നേതാക്കന്മാരൊക്കെ വന്ന് ഒരു ദിവസം ഫുള്ളായിട്ടുള്ള ഇവിടെ ഉണ്ടാക്കിയും ഈ കീടങ്ങളെയൊക്കെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഇപ്പൊ ജീവൻ ടോൺ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശീമക്കൊന്ന, പശുവിന്റെ നാടൻ പശുവിന്റെ ചാണകം, മൂത്രം, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണത്. അത് നമ്മൾ കൊടുക്കുന്ന സമയത്തേക്ക് ഇതിന്റെ അതായത് ഇതിന് പുഷ്പിക്കാനുള്ള ഇതൊക്കെ വളരെ കൂടുതലാണ് അതിന്റെ ഇതിൽ വരുന്ന സാധനം. അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് കിട്ടുന്ന സാമ്പത്തികത്തിനപ്പുറം മാനസികമായിട്ടൊരു ഉല്ലാസം, അതുപോലെ അവരുടെ കായികപരമായിട്ടുള്ള അധ്വാനം കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ആദായം, ഇതൊക്കെ പൈസ കൊണ്ട് അളക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. കാറും ബസ്സും മറ്റ് വാഹനങ്ങളും റോഡിൽ ഓടിക്കൊണ്ടിരിക്കെയും നിർത്തിയിട്ടതും കത്തിയമറുന്ന കാലത്ത് ഇത്തരം അപകടങ്ങളിൽ തീപിടുത്തം നിയന്ത്രിക്കുവാൻ പുതിയ കണ്ടുപിടുത്തം ദേശീയ ടെക് ഫെസ്റ്റിവലിൽ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ഷൻ മാതൃക പോളിടെക്നിക് വിദ്യാർത്ഥികൾ പരിചയപ്പെടുത്തി. വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗത്തും ഡാഷ്ബോർഡ് ഏരിയയിലും പാസഞ്ചർ ക്യാബിനിലും പിൻഭാഗത്തും പ്രത്യേകം സെൻസറുകൾ ഉപയോഗിച്ചാണ് തീ അണയ്ക്കേണ്ട എക്സ്റ്റിങ്ക്യൂഷർ പ്രവർത്തിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ പ്രധാനമായും എഞ്ചിൻ റൂമിലാണ് തീയും പുകയും സാധാരണ ഉണ്ടാകാറ്. ഇതുകൂടി കണക്കിലെടുത്ത് പ്രഥമ പരിഗണനയും ഇവിടെ നൽകുന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക് ഫെസ്റ്റിവലിലാണ് പിലാത്ര വിളയാങ്കോട് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ മാതൃക അവതരിപ്പിച്ചത്. ഇപ്പോഴുള്ള വാഹനങ്ങളെല്ലാം സെൻസർ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സ്മോക്ക് വന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഡോറ് പോലും ഓപ്പൺ ആക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും, ഒരു ലോ ബഡ്ജറ്റായിട്ട് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ സിസ്റ്റം എങ്ങനെ ഒരു കാറ് അതുപോലെ ഒരു ബസ് കാര്യങ്ങൾക്ക് ഇൻബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു രൂപമാണ് ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വിളയാങ്കോട് MGM പോളിടെക്നിക് കോളേജിലെ UK ദേവരാഗിന്റെ നേതൃത്വത്തിലുള്ള 4ാം സെമസ്റ്ററിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മാതൃക തയ്യാറാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശീയപാത വികസനം കരുവള്ളൂരിലെ സാധാരണക്കാരായ തൊഴിലാളികളെ എങ്ങനെ ബാധിച്ചു എന്നതിനുദാഹരണമാണ് തയ്യൽക്കാരനായ ലൗലി ഗോവിന്ദൻ. ബസാറിൽ തന്നെ 3 തവണയാണ് ഇദ്ദേഹത്തിന് സ്ഥാപനം മാറേണ്ടി വന്നത്. ദേശീയപാത വികസനം കരുവള്ളൂർ ബസാറിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ എങ്ങനെ ബാധിച്ചു എന്നതിനുള്ള ഉദാഹരണമാണ് ലൗലി ഗോവിന്ദൻ. സ്വന്തം സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ലൗലി ഗോവിന്ദൻ. 19ാമത്തെ വയസ്സിൽ സ്വന്തമായി ഒരു തുന്നൽ സ്ഥാപനം തുടങ്ങിയയാളാണ് അദ്ദേഹം. 5ഓളം തൊഴിലാളികളും അന്ന് സ്ഥാപനത്തിലുണ്ടായിരുന്നു. ദേശീയപാത വികസനം വന്നപ്പോൾ ഇദ്ദേഹത്തിന് സ്ഥാപനം മാറ്റേണ്ടി വന്നത് 3 തവണയാണ്. ഇപ്പോൾ പഴയ പ്രതാപമൊക്കെ ഈ മേഖലയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ പ്രളയത്തിൽ സാധാരണക്കാരായ തുന്നൽ തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് ലൗലി ഗോവിന്ദൻ പറയുന്നു. ജീവിതം തള്ളി നീക്കാമെന്ന് മാത്രം. പുതിയതായി ആരും ഈ മേഖലയിലേക്ക് അങ്ങനെ കടന്നു വരുന്നില്ല. കാലം ഇനിയും മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതുപോലുള്ള ടൈലറിംഗ് സ്ഥാപനങ്ങൾ അപ്രത്യക്ഷമാകും.
പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമുണ്ട്. കാരണം ഒന്നാമത് റെഡിമെയ്ഡിൻ്റെ അതിപ്രസരം, പിന്നെ ഓൺലൈൻ വ്യാപാരം. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളിപ്പം വാടക കൊടുക്കാൻ വരെ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം തൊഴിൽ കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതന്നെ സ്കൂളുകളിൽ തന്നെ ഇപ്പം ഒന്നിച്ച് അവർ ഒന്നിച്ച് കൊടുക്കുകയും മൊത്തമായിട്ട് അടിക്കാൻ കൊടുക്കുകയും, അതുകൊണ്ട് തൊഴിൽ മേഖല ഈ സാധാരണക്കാരായ നാട്ടുപുറങ്ങൾ തൊഴിലാളികൾക്ക് വരെ തൊഴിലില്ലാത്ത ഒരു അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വിദ്യാർത്ഥികളിൽ ഗവേഷണാത്മക പഠനം ഉറപ്പാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം ലേണിംഗ് ഹബ്ബ് മാടായി GVHSSൽ സജ്ജമായി. മാടായി BRCയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ഗവേഷണാത്മക പഠനം ഉറപ്പാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം ലേണിംഗ് ഹബ്ബ് മാടായി GVHSSൽ സജ്ജമായി. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പദ്ധതിയാണിത്. മാടായി GVHSS സ്കൂളിൽ വിജിൻ MLA ലേണിംഗ് ഹബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്നത് മാടായി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ്. നിങ്ങൾ ആ സെൻറ്ററിൽ പോയിട്ടുണ്ടോ? അതിനകത്ത് കയറിയോ? ഇല്ല. അപ്പോൾ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടത്തേക്ക് പോകണം. കാരണം ഇതെന്താണ്, കാണാത്ത ആളുകളോടാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു അധ്യക്ഷത വഹിച്ചു. EC വിനോദ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ P ഷീജ, ഡോക്ടർ PK സബിത്, CP മുഹമ്മദ് റഫീഖ്, P രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റേഷൻ കടകളിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് 7 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരിപുരം റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് 7 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരിപുരം റേഷൻ കടയ്ക്ക് മുന്നിൽ നടന്ന ധർണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AK ജയശീലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് V രാജൻ, K മുസ്തഫ, ശശി നരിക്കോട്, N രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. K മനോഹരൻ, അനീഷ് കുമാർ, ശോഭിത്ത്, അമൽനാഥ്, പ്രീത K, ഫൽഗുനൻ T തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നാടൊന്നാകെ ഒരു നാടകത്തിനായി ഒരുമിക്കുന്നു. കണ്ണപുരത്തെ കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ ചുണ്ട മോഡേൺ സ്പോർട്സ് ആൻഡ് ആർട്സ് സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പടനിലം എന്ന ആനുകാലിക പ്രസക്തിയുള്ള നാടകം വേദിയിലെത്തിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം വെങ്കര എഴുതിയ പടനിലം എന്ന ആനുകാലിക പ്രസക്തിയുള്ള നാടകം സമകാലിക മാറ്റങ്ങളോടെ പ്രശസ്ത നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരത്തിന്റെ സംവിധാനത്തിൽ അരങ്ങിലെത്തുന്നു. അമേച്വർ നാടക സമിതിയുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മിനി രാധൻ ഉൾപ്പെടെ 11 സ്ത്രീകൾ അരങ്ങിലെത്തുന്നതും ഈ നാടകത്തിന്റെ സവിശേഷതയാണ്. നാടകരചന ഇബ്രാഹിം വെങ്ങര, പുനരാഖ്യാനവും സംവിധാനവും രാധൻ കണ്ണപുരം, നിർമ്മാണം പ്രസന്നൻ TV. അഭിനേതാക്കൾ അശോകൻ വെള്ളിത്തോട്, മിനി രാധൻ, പുരുഷൻ ചെറുകുന്ന് എന്നിവരാണ്. വിജയൻ കടമ്പേരി രംഗപടമൊരുക്കിയിരിക്കുന്ന നാടകത്തിന്റെ ദീപനിയന്ത്രണം ഷാജി കവണിശ്ശേരിയാണ്. സംഗീത നിയന്ത്രണം രാജീവ് കീഴറ. നാടകത്തിൽ ജഹന്നം എന്ന ഇബ്രാഹിം വെങ്ങയുടെ സുപ്രസിദ്ധമായ നാടകമാണ് പിന്നീട് പടനിലമായതും അത് കോഴിക്കോട് ചിരന്തന വേദികളിൽ അവതരിച്ചു. സുവർണ ജൂബിലി ആഘോഷം ഫെബ്രുവരി 1 വൈകുന്നേരം 6:30 പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. രാത്രി 8:30 പടനിലം നാടകം അവതരിപ്പിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 2 വൈകുന്നേരം MV ജനാർദ്ദൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. രാത്രി 8:30 നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും അരങ്ങേറുമെന്നും സംഘാടകർ പറഞ്ഞു. നാടക അവതരണത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കലാകാരന്മാർ. കണ്ണപുരം ചുണ്ടയിലെ മോഡേൺ സ്പോർട്സ് ആൻഡ് ആർട്സ് സെൻറ്റർ അതിൻ്റെ രൂപീകരണത്തിൻ്റെ 50 ആണ്ട് പിന്നിടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുവർണ ജൂബിലി ആഘോഷം ഫെബ്രുവരി 1, 2 തീയതികളിൽ ചുണ്ട ബഡ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഔപചാരികമായ ഉദ്ഘാടനം 1-ാം തീയതി വൈകുന്നേരം 6:30 ബഹുമാനായിട്ടുള്ള രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീമാൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മരണയും അനുമോദനവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാജീവൻ ഉദ്ഘാടനം ചെയ്തു.
സ്റ്റാൻഡ് ഫോർ സെക്യുലർ ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പാറയിലാണ് ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ മുൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ ഫെഡറലിസത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ട് വലിയ ജനവിധി നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ BJPക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് 240 എന്ന സീറ്റിലേക്ക് BJP ഒതുങ്ങുന്നു. മേഖലാ പ്രസിഡന്റ് TP അഭിരാമി അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ പാമ്പെരിങ്ങാര യൂണിറ്റിലെ വിജിതയ്ക്കുള്ള ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു. കെ സുകുമാരൻ, സുധിൻ പള്ളിപ്പാറ, വിജില കെ, രാജീവൻ M തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന ഇന്റർ പോളിടെക്നിക് കോളേജ് നോർത്ത് സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീമാണ് റണ്ണേഴ്സ് അപ്പ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 10 പോളിടെക്നിക് കോളേജ് ടീമുകൾ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി മാറ്റുരച്ച ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം കിരീടം ചൂടിയത്. സമാപന ചടങ്ങിൽ ചന്ദേര പ്രിൻസിപ്പൽ SI KP സതീഷ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. TK വിജിത്ത് അധ്യക്ഷത വഹിച്ചു. പോളിടെക്നിക് ഗെയിംസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KP അഭിലാഷ്, നോർത്ത് സോൺ കൺവീനർ TP യുഗേഷ്, K പ്രിയേഷ്, യദു R ഗോവിന്ദ്, P മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദിനൂരിൽ നടന്ന നോർത്ത് സോൺ മത്സരത്തിലെ 1-2 സ്ഥാനക്കാർ ആലപ്പുഴയിൽ ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സർവീസ് റോഡുകളിൽ പൊടിപൂരം. ഓവുചാലിന്റെ മുകളിൽ മണ്ണിട്ടത് നീക്കാത്തത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിരില്ല. അവസാനമില്ലാതെ നീണ്ടുപോവുകയാണ് നിർമ്മാണ പ്രവൃത്തികൾ. സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനമില്ലാതെ നീണ്ടുപോകുന്നതു കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. പാലക്കുന്നിൽ ഓവുചാലിനു മീതെ മണ്ണിട്ടിട്ട് 1 മാസത്തിലധികമായി. ഇനിയും ഇത് നീക്കം ചെയ്തിട്ടില്ല. ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മണ്ണ് കൂമ്പാരമായി കിടക്കുന്നു. കാൽനടയാത്രക്കാരും വ്യാപാരികളും സമീപത്തെ വീട്ടുകാരും ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടിലാണുള്ളത്. വാഹനം പോകുമ്പോഴും കാറ്റടിക്കുമ്പോഴും പൊടിപടലങ്ങൾ ഉയരുന്നതിനാൽ തങ്ങൾക്ക് ശ്വാസമുട്ടലും മറ്റും പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ നാഷണൽ ഹൈവേൻ്റെ റോഡ് പണിയിൽ ഓവുചാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പാലക്കുന്നിൻ്റെ 2 ഭാഗത്ത് മണ്ണിട്ട് നികത്തിയിട്ട് ജനങ്ങൾക്ക് നടന്നു പോകാനോ ബസ് കാത്തിരിക്കാനോ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കച്ചവടം ചെയ്യാനോ വീടുകളിലെ ജനങ്ങൾക്ക് താമസിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്തൊരു സ്ഥിതി പൊടിപടലങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പല രോഗങ്ങളും വരാൻ തുടങ്ങി. കണ്ണ് രോഗം, ചുമ, ശ്വാസം മുട്ട്, ഇങ്ങനെയുള്ള പല രോഗങ്ങളും ഇത് പടർന്നു പിടിക്കുകയാണ്. പാലക്കുന്ന്, കരിവെള്ളൂർ, ഓണക്കുന്ന് എന്നിവിടങ്ങളിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം, ദേശീയപാത നിർമ്മാണം തുടങ്ങിയ സമയത്ത് ആരംഭിച്ചതാണ്. പാലക്കുന്നിൽ കുറെ ഭാഗത്ത് മണ്ണിട്ടു. പിന്നീട് ഓണക്കുന്നിൽ ചെന്ന് കുറെ ഭാഗത്ത് കുഴികളെടുക്കും. പിന്നീട് കരിവെള്ളൂരിലും കുഴികൾ നിർമ്മിക്കും. എവിടെയും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ഇതാണ് അവസ്ഥയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പയ്യന്നൂർ ബ്ലോക്കിലെ വാർഡ് തല കുടുംബ സംഗമങ്ങളുടെ ഉദ്ഘാടനം അന്നൂരിൽ നടന്നു. KPCC അംഗം അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പയ്യന്നൂർ ബ്ലോക്കിലെ വാർഡ് തല കുടുംബ സംഗമങ്ങളുടെ ഉദ്ഘാടനം KPCC അംഗം അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബൽഗാം സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റായി മഹാനായ മഹാത്മജിയെ തെരഞ്ഞെടുത്തതിന്റെ 100ാം വാർഷികമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി രാജ്യം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കർണാടകയിലെ ബൽഗാമിലാണ് ഇപ്പോ AICCയുടെ ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ നടന്നത്. കേരളത്തിൽ നിരവധി ദിവസങ്ങളായി ഇതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് തുടങ്ങി ഫെബ്രുവരി 28 വരെ ജില്ലയിലെ മുഴുവൻ കുടുംബ സംഗമങ്ങളും വാർഡ് കുടുംബ സംഗമങ്ങളും EV രതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. K ജയരാജ്, A രൂപേഷ്, KT ഹരീഷ്,
KP മോഹനൻ, പീതാംബരൻ, AP നാരായണൻ, C പൂമണി, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, പ്രശാന്ത് കോറോം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ ജൈവ സംസ്കരണോപാധിയായ റിംഗ് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനം ചന്തപുരയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ റിംഗ് കമ്പോസ്റ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14,45,990 രൂപ ചിലവഴിച്ചാണ് 637 റിംഗ് കമ്പോസ്റ്റ് വിതരണം നടത്തുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി വീടുകളിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും നൽകിക്കൊണ്ട് ഏകദേശം 80% വീടുകളിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇതിനോടകം നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് പൈപ്പ് കമ്പോസ്റ്റായാലും മണ്ണിര കമ്പോസ്റ്റായാലും ബൊക്കാഷി ബക്കറ്റ് തുടർന്ന് ഇങ്ങോട്ട് നിരവധി വർഷങ്ങളായി റിംഗ് കമ്പോസ്റ്റാണ് നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 14,46,000 രൂപയാണ് നമ്മൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. 637 കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ N കാർത്യായനി, TV സുധാകരൻ, ഭരണസമിതി അംഗം MV പ്രീത, സെക്രട്ടറി T ഷിബു കരുൺ, VOമാരായ സൗമ്യ CH, ജിതേഷ് K, ജനപ്രതിനിധികൾ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് താവത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു. താവം ബദനി കോൺവെന്റിന് സമീപത്തായാണ് പൈപ്പ് പൊട്ടി റോഡരികിലൂടെ വെള്ളം ഒഴുകുന്നത്. മഴക്കാലത്ത് പോലും ജപ്പാൻ കുടിവെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്ന താവം പ്രദേശത്ത് പൈപ്പ് പൊട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റി സ്ഥാപിക്കുവാൻ നടപടിയായില്ല. കുടിവെള്ളം റോഡരികിലൂടെ ഒഴുകുകയാണ്. ലിറ്റർ കണക്കിന് വെള്ളമാണ് ദിവസവും പാഴായി പോകുന്നത്. ഉപ്പുവെള്ളക്കെടുതി നേരിടുന്ന ചെറുകുന്ന് താവത്ത് പ്രദേശത്തുകാർ ജപ്പാൻ കുടിവെള്ളമാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. അടിയന്തിരമായി പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂക്കാനം ബഡ് സ്കൂളിൽ ദന്താരോഗ്യ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂക്കാനം ക്ഷേമാലയം ബഡ് സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ ദന്താരോഗ്യ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം നമുക്കിവിടെ റോട്ടറിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അത് പ്രവർത്തനക്ഷമമായിട്ടില്ലെങ്കിലും അതിന് ശേഷം ഇപ്പോഴാണ് അത് കാണുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു പ്രവർത്തനക്ഷമമല്ലാത്ത കാര്യം അവരെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. ആ ഒരു TV നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നോടുകൂടി ആ പ്രവർത്തനക്ഷമമാക്കുന്ന കാര്യത്തിൽ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. P കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീകുമാർ മുഖ്യാതിഥിയായി. ഡോക്ടർ പ്രഭാത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. A ഗംഗാധരൻ, പ്രിൻസിപ്പൽ ദീപിക സുരേന്ദ്രൻ, സൈദ PP, ഡോക്ടർ മുഹമ്മദ് നിസാർ, K പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നീല സാഹിത്യ ട്രസ്റ്റ്, സ്വാതന്ത്ര്യ സമര സേനാനി TMK വിഷ്ണു നമ്പീശൻ സ്മാരക ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡോക്ടർ TM സുരേന്ദ്രനാഥ് രചിച്ച ഗാന്ധി ദർശനം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പയ്യന്നൂർ ശ്രീ നാരായണ ഗുരു സ്മാരക സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ അപ്പുക്കുട്ട പൊതുവാൾ പ്രകാശനം നിർവഹിച്ചു. നീല സാഹിത്യ ട്രസ്റ്റ്, സ്വാതന്ത്ര്യ സമര സേനാനി TMK വിഷ്ണു നമ്പീശൻ സ്മാരക ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡോക്ടർ TM സുരേന്ദ്രനാഥ് രചിച്ച ഗാന്ധി ദർശനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ ചന്ദ്രൻ മുട്ടത്ത് പുസ്തകം ഏറ്റുവാങ്ങി. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് മേഖലാ ചെയർമാൻ KV സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ശാസ്ത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി VRV ഏഴോം പുസ്തക പരിചയം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ EM സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. KV രാഘവൻ, KP ദാമോദരൻ, വിജയലക്ഷ്മി നാരായണൻ, ശ്രീലത മധു, വിജയകുമാർ ഹരിപുരം, ME ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
നാട്ടിൻപുറങ്ങളിൽ പറമ്പുകൾ കാടുമൂടിക്കിടക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നു എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ഇതുമൂലം കൃഷി നശിക്കുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയുമാകുന്നുണ്ട്. പറമ്പുകൾ കാടുമൂടിക്കിടക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇതാകട്ടെ കൃഷി ചെയ്യുന്നവർക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. കൊടക്കാടിന്റെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. ആന നിന്നാൽ പോലും കാണാനാകാത്തയത്ര കാട് മൂടിക്കിടക്കുകയാണിവിടെ. മാൻ, കാട്ടുപന്നി, വെരുക്, മയിൽ തുടങ്ങി ഒട്ടേറെ ജന്തുക്കൾ ഇവിടെ ധാരാളമായുണ്ട്. വലിയ മാളങ്ങളുണ്ടാക്കി കാട്ടുപന്നിയും മറ്റും പെറ്റുപെരുകുകയാണ്. ഇതാകട്ടെ കൃഷിമേഖലകളിൽ നിരന്തര ശല്യത്തിനും കാരണമാകുന്നു. പകൽ സമയത്ത് ഇത്തരം പറമ്പുകളിൽ തമ്പടിക്കുന്ന കാട്ടുമൃഗങ്ങൾ രാത്രി കൃഷിയിടങ്ങളിലെത്തി വലിയ നാശനഷ്ടമുണ്ടാക്കുകയാണ്. കൂടാതെ പാമ്പുകളും ഇത്തരം കാടുകളിൽ പെരുകി നാട്ടുകാർക്കു തന്നെ ഭീഷണിയാകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ PV രതീഷിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC മെമ്പർ VC നാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുൻ പയ്യന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന PV രതീഷിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. DCC മെമ്പർ VC നാരായണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KT ഹരീഷ് അധ്യക്ഷത വഹിച്ചു. KV ഭാസ്കരൻ, T കുഞ്ഞികൃഷ്ണൻ, CH യാസിൻ, PV പ്രിയ, ലതിക കാരമേൽ, MV വത്സല, VV രഞ്ജിത്ത്, നവനിക് ഷാജി, പവിത്രൻ TV തുടങ്ങിയവർ പ്രസംഗിച്ചു. കാരമേൽ ഭാഗത്തുള്ള അങ്കണവാടി കുട്ടികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് സമർപ്പിച്ച ഗാന്ധിജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. 1981 SSLC ബാച്ചുകാരുടെ ഗുരുനാഥർ ചേർന്ന് പ്രതിമ അനാച്ഛാദനം ചെയ്തു. ചെറുകുന്ന് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലെ 1981 SSLC ബാച്ച് 81 ചെറുകുന്നന്മാർ നിർമ്മിച്ച് സമർപ്പിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം സ്കൂളിൽ നടന്നു. 1981 SSLC ബാച്ചുകാരുടെ പ്രിയ ഗുരുനാഥർ ചേർന്ന് പ്രതിമ അനാച്ഛാദനം നിർവഹിച്ചു. TC ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. കരളിൽ കുടിവെച്ചു പരമ്പരയായി പൗരകൾ കെട്ടുപോയിട്ട് 8-4 നിൽക്കുന്ന മലീന മാസമായിരിക്കും ഇന്ത്യ രാജ്യം. അതിന് ഒരു അന്ധക്കാരൻ്റെ ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കിങ്ങനെ ഗാന്ധിനെ പിടിക്കാൻ തോന്നിയില്ല? കുറച്ച് ചുരുക്കം വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ലോകം നയിച്ചിട്ടില്ല, ഇല്ല, കെട്ടുപോകില്ല എന്ന് പാലൂർ പറയുന്നത് കേൾക്കുന്നത്. ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. ചടങ്ങിൽ വെച്ച് സ്കൂളിലെ പൂർവ്വാധ്യാപകരെ ആദരിച്ചു. ചെറുകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷൈജു ഇളമ്പിലാൻ, ചെറുകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ V അരുൺരാജ്, ശില്പി ഉണ്ണിക്കാനായി, MV റീന, ദീപ പുത്തലത്ത്, അക്ഷയ് ദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. STU സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചാരണാർത്ഥം STU കല്യാശ്ശേരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ദ്രോഹ നയമാണ് കേരളത്തിന്റെ ഇടത് സർക്കാരിന്റെ മുഖമുദ്ര എന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം കുറ്റപ്പെടുത്തി. ഇടത് ദുർഭരണത്തിനും തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കുമെതിരെ STU സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചാരണാർത്ഥം STU കല്യാശ്ശേരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംശാദായം അടക്കാഞ്ഞിട്ടാണോ? ഇവർ കൃത്യമായി അംശാദായം അടക്കുന്നവരാണ്, പക്ഷേ അവർക്ക് കഴിഞ്ഞ 15 മാസമായിട്ട് പെൻഷൻ നൽകിയിട്ടില്ല. കാരണം സർക്കാർ എന്താ പറയുന്നത്? ക്ഷേമനിധി ബോർഡിനകത്ത് ആവശ്യമായ ഫണ്ടുകളില്ല എന്നാണ്. വിളംബര ജാഥ മുൻ STU മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന ഉപാധ്യക്ഷൻ AP ബദ്രുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. STU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പന്നിയൂർ, PP നാസർ, SKP സക്കരിയ, P അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിക്ക് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ തുടക്കമായി. HI മധുസൂദനൻ വിശദീകരണ പ്രഭാഷണം നടത്തി.
കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയായ അശ്വമേധത്തിന് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ തുടക്കമായി. ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ വളണ്ടിയർമാർ ഗൃഹസന്ദർശനം നടത്തും. ലക്ഷണങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിശോധന നടത്തി രോഗനിർണയം നടത്തിയാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്നതാണ് കുഷ്ഠരോഗം. ആരോഗ്യ വളണ്ടിയർമാരുടെ ഗൃഹസന്ദർശന വേളയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകി സഹകരിക്കണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമൽ പറഞ്ഞു. അശ്വമേധ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ഏലിയാസ് പതാക ഉയർത്തി നിർവഹിച്ചു. ശീതള KV അധ്യക്ഷത വഹിച്ചു. M പ്രിയാദേവി, ഗീത VP, പ്രസീത KT ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ആലക്കാട് ശ്രീ കൊങ്ങണിച്ചാൽക്കാവ് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 12 വരെ നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പയ്യന്നൂർ DYSP K വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കുണ്ടയംകോവിലിലെ ജമീൽ, യഹിയ എന്നിവരെ. CPM കണ്ണൂർ ജില്ലാ സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാകയുമായുള്ള ജാഥ കരിവെള്ളൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. രക്തസാക്ഷി നഗറിൽ നിന്ന് ജാഥ ലീഡർക്ക് പതാക കൈമാറി. മുതിർന്ന നേതാവ് P കരുണാകരനിൽ നിന്നും ജാഥ ലീഡർ P ജയരാജൻ പതാക ഏറ്റുവാങ്ങി. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC പയ്യന്നൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറും കോൺഗ്രസ് നേതാവുമായ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സമാന ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയിൽ പയ്യന്നൂർ നഗരത്തിൽ ഒരു മാതൃകാ ജൈവ പച്ചക്കറിത്തോട്ടം. കഴിക്കാൻ വിഷമില്ലാത്ത പച്ചക്കറി എന്നതിനുമപ്പുറം കൃഷിപ്പണിയിലൂടെ വ്യായാമം, മാനസികോല്ലാസം, ആനന്ദം എന്നിങ്ങനെ കൃഷി ആഘോഷമാക്കുകയാണിവിടെ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.